പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊറോണ കാലത്തെ പെരുന്നാൾ കഴിഞ്ഞു. ഒരു ഭംഗിയും സന്തോഷവും ഒന്നുമില്ലാത്ത പെരുന്നാളായിരുന്നു ഈ ഒരു പെരുന്നാൾ. എന്നും എല്ലാ കാലത്തും സന്തോഷം ലഭിക്കണമെന്നില്ല. ഇങ്ങനെയും ഒരു പെരുന്നാൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമായിരുന്നു. പെരുന്നാൾ കഴിഞ്ഞ ഒരു പുലരിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. നേരത്തെ എണീക്കലൊക്കെ ഇപ്പോൾ ഓർമ്മയിൽ മാത്രമാണ്. ഇനി എണീറ്റാലും വീണ്ടും അതുപോലെ തന്നെ കിടക്കും. എന്തായാലും ഇന്നൊരൽപ്പം നേരത്തെ എണീറ്റ് ബെഡൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. എണീറ്റാൽ ഉടനെ ബെഡ് വൃത്തിയാക്കുക എൻ്റെ ഒരു പതിവാണ്. ബെഡ്റൂം മാത്രമേ അലങ്കോലമായിട്ടുണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ ശരിയാക്കി വെക്കാറാണ് പതിവ്. എന്നെങ്കിൽ മാത്രമേ രാവിലെ നല്ലൊരു ഫ്രഷ് മൈൻഡോടുകൂടി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രാവിലെ നമ്മൾ എണീറ്റ ശേഷം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗത്ത് ഒരല്പനേരം റിലാക്സ് ചെയ്ത് ഇരിക്കണം. എപ്പോഴും റിലാക്സ് ചെയ്യുന്ന ആളുകളോടല്ല ഞാൻ പറയുന്നത്, എന്നെ പോലെയുള്ള തിരക്ക് പിടിച്ച വീട്ടമ്മമാരോടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. സ്വന്തം വീടിനെയും മക്കളെയും അതുപോലെ തൻ്റെ ചെടികളെയും മറ്റുള്ള ഓരോ കാര്യത്തിലും വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന അമ്മമാർ രാവിലെ ഇതുപോലെ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒരു അല്പം സന്തോഷത്തോടെ ചിന്തിച്ച് റിലാക്സ് ചെയ്യുക. അത് നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകും. പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനൊക്കെ ഉള്ളൊരു വഴിയാണ് ഈ ഒരു കാര്യം. പിന്നീട് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ നമുക്ക് എപ്പോഴും നല്ലൊരു വില കൽപ്പിക്കുക. നമ്മുടെ വാക്കിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനൊക്കെ നമ്മളെപ്പോഴും നല്ലൊരു ക്വാളിറ്റി കൽപ്പിക്കുക. നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ പക്വമായതും മറ്റുള്ളവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളതുമായി മാറ്റാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയായിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ. ഒരുപാട് ജോലികൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ചെയ്യുന്ന ജോലികൾ വളരെ വൃത്തിയോടും വളരെ ചിട്ടയോടും ഒക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ മറ്റുള്ളവൻ്റെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നെഗറ്റീവുകളെ ചിന്തിച്ചെടുക്കാതെ പോസിറ്റീവുകൾ മാത്രം ചിന്തിച്ചെടുക്കുക. നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമാണത്. പിന്നീടുള്ള ഒരു കാര്യമാണ്, നമുക്ക് വേദനിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് വെട്ടി തുറന്ന് പറയാൻ ശ്രമിക്കുക. നമ്മളെ വേദനിപ്പിച്ച ആളുകളോട് തന്നെ അത് നമ്മൾ ഓപ്പണായിട്ട് തുറന്ന് പറയുക. അല്ലെങ്കിൽ നമ്മൾ എന്നും മനസ്സിൽ അവരോട് ദേഷ്യവും വെറുപ്പും മാത്രമേ നമുക്ക് ബാക്കി ഉണ്ടാവുകയുള്ളൂ. ദേഷ്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം വളരെ വൃത്തിയായി നീറ്റായി സൂക്ഷിക്കാൻ കഴിയും. എനിക്ക് വലിയ അറിവുണ്ടായിട്ട് പറഞ്ഞു തന്നതല്ല, എൻ്റെ അനുഭവത്തിലൂടെ പഠിച്ച കാര്യം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നത്. ഇന്നത്തെ എൻ്റെ വാക്കുകൾ ഇവിടെ തീർന്നു. ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. പെരുന്നാൾ എനിക്ക് ഒട്ടും സന്തോഷമില്ലായിരുന്നു. ഒരുപാട് വിഷമത്തോടെ ക്വാറന്റൈനിലും മറ്റുമായി കഴിയുന്ന ഓരോരുത്തരെയും നമുക്ക് ഒന്ന് മനസ്സിൽ ഓർക്കാം. അതുകൊണ്ട് തന്നെ കൂടുതൽ ആർഭാടങ്ങളൊന്നുമില്ലായിരുന്നു. ഡ്രസ്സ് പോലും ഞങ്ങളാരും എടുത്തിട്ടില്ല. എങ്ങോട്ടും യാത്ര പോവാതെ മക്കളും വീടും എൻ്റെ ചെടികളും മാത്രമായുള്ള ഒരു പെരുന്നാളായിരുന്നു ഈ ഒരു വർഷം. ഈ ഒരു മൈലാഞ്ചി അല്ലാത്ത ഒരു കാര്യവും പെരുന്നാൾ വ്ളോഗായി എനിക്ക് കാണിക്കാനില്ല. പൊന്നുമോളുടെ കയ്യിലണിഞ്ഞ മൈലാഞ്ചി ചോപ്പിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളുടെ വീടും കുട്ടികളും എല്ലാവരും പെരുന്നാൾ ആഘോഷിച്ചു. നല്ലൊരു ബിരിയാണിയും വെച്ചിരുന്നു. ഇനി നമുക്കൊന്ന് തൊടിയിലേക്ക് പോകാം. മൂത്ത് കിടക്കുന്ന പച്ചമുളക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു കഷ്ണം ഇഞ്ചി പൊട്ടിച്ചെടുക്കാം. ഇനി ഒരല്പം പുതിനയും കൂടെ പൊട്ടിച്ചെടുക്കാം. പുതിനയും പച്ചമുളകും ഇഞ്ചിയും. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പില അതുപോലെ തന്നെ മല്ലിച്ചെപ്പും കൂടെ പൊട്ടിച്ചെടുക്കാം. വേനൽക്കാലത്ത് മുഴുവനായി നശിച്ചതായിരുന്നു. മഴ വന്നതിന് ശേഷം പുതിയ തൈകൾ മുളച്ച് വന്നതാണ്.
ഇനി തക്കാളി വേണം. അതെൻ്റെ വീട്ടിൽ ഇതുവരെ കായ്ച്ചിട്ടില്ല. തൈയൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. തക്കാളി നമുക്ക് അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്നത് 2 എണ്ണം എടുക്കാം. ഇനി നമുക്ക് 2 വലിയ ഉള്ളി കട്ട് ചെയ്തെടുക്കണം. പെരുന്നാളായതുകൊണ്ട് തന്നെ ഫ്രഷ് ബീഫാണ് ലഭിച്ചിട്ടുള്ളത്. അതിലേക്ക് വെളുത്തുള്ളിയും വലിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഫ്രഷായ കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കഴുകി വെച്ച തക്കാളി കൂടി അതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബീഫ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ബീഫ് വെക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പഴമയുടെ രുചി കിട്ടും. നമ്മൾ വാട്ടിയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു ടേസ്റ്റാണ് ലഭിക്കുക. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഇനി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. പറിച്ചെടുത്ത ഇഞ്ചിയും പച്ചമുളകും നമ്മൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നട്ട ഇഞ്ചി ആയതുകൊണ്ട് തന്നെ ഇഞ്ചിക്ക് വളരെയധികം ടേസ്റ്റാണ്. ഇനി എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ ഇതുപോലെ അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് നമ്മൾ വിസിലടിപ്പിക്കുക. ആ ഒരു ഇടവേളയിൽ നമുക്ക് ഇതുപോലെ വെജിറ്റബിൾ വേസ്റ്റ് നമ്മുടെ പ്ലാന്റിന് സേവ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ചുറ്റും വെതറി കൊടുക്കാം. എൻ്റെ പ്ലാന്റുകളുടെ വളർച്ചയുടെ രഹസ്യം ഈ ഒരു വെജിറ്റബിൾ വേസ്റ്റ് മാത്രമാണ്. ഇനി എനിക്ക് തയ്യാറാക്കാനുള്ളത് ബീഫിലേക്ക് മൈദപ്പത്തിരിയാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായി നമുക്ക് മൈദ ഉപ്പ് ചേർത്ത വെള്ളം കൊണ്ട് കുഴച്ചെടുക്കാം. നല്ല ചൂടുള്ള വെള്ളം കൊണ്ടാണ് ഞാൻ മൈദ കുഴച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ചൂടുള്ള വെള്ളം യൂസ് ചെയ്യുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് മൈദ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറേശ്ശെയായി നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഞാൻ ലൂസായാൽ നമുക്കിത് പരത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ സോഫ്റ്റായി തന്നെ പതുക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒരല്പം എണ്ണ പുരട്ടി നമുക്ക് നന്നായി കുഴച്ച് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. എൻ്റെ പെരുന്നാളിൻ്റെ പുലരി ഇതുപോലെയായിരുന്നെന്ന് നിങ്ങൾക്ക് കാണിച്ചു എന്ന് മാത്രം. കുഴലൊക്കെ വെച്ച് നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിനെയൊന്ന് പൊരിച്ചെടുക്കാം. ഫ്രൈ പാനിൽ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തടവി 2 ഭാഗവും നന്നായി മൊരിയിച്ച് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതിനെ പൊരിച്ചെടുക്കാൻ. അങ്ങനെ നമ്മുടെ സോഫ്റ്റായ മൈദ പത്തിരിയും ബീഫ് വരട്ടിയതും റെഡി ആയിട്ടുണ്ട്. പള്ളിയിൽ നിന്നും തെക്കുബീറിൻ്റെ ആരവാരങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കോടിയെടുത്ത് ഓടി നടക്കുന്ന കുഞ്ഞുങ്ങളുമില്ല. പടക്കം പൊട്ടലുകളോ പൂത്തിരിക്കമ്പുകളോ ഒന്നുമില്ലാത്ത വളരെ സൈലൻ്റായ ഒരു ഈദായിരുന്നു. എല്ലാവരും ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളൊക്കെ ബീഫ് വെക്കുന്ന സമയത്ത് ഇതുപോലെയൊന്ന് വെച്ച് നോക്കുക. നമുക്ക് അടുപ്പിലൊക്കെ വേവിച്ച് കിട്ടുന്ന ഒരു ബീഫിൻ്റെ ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ബീഫ് വെക്കുന്ന സമയത്ത് കിട്ടുക. ചായ കഴിക്കാൻ വേണ്ടി റെഡിയായതും മഴ ചെറുപറ ചാടി വീഴുന്നുണ്ട്. പെരുന്നാളിൻ്റെ ആരവാരങ്ങളൊന്നുമില്ലാത്ത ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നിങ്ങൾ തരുന്ന ഊർജവും സപ്പോർട്ടും ഒക്കെയാണ്
ഇനിയും എൻ്റെ വീഡിയോക്ക് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെല്ലാം കൂടെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം.